everyone, welcome back to our channel. ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വ്യൂവേഴ്സ് ഒക്കെ ഓൾ ആർ ഫൈൻ ഐ ഗസ്. പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം, റീസെൻ്റ്ലി ഞാനിപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രിയായ ഗണേഷ് കുമാർ സർ ട്രാൻസ്പോർട്ടിനെ പറ്റി അവർക്കാവുന്ന രീതിയിൽ അവർ ഇപ്പൊ വലിയ യൂട്യൂബേഴ്സോ അല്ല വലിയ ഇൻസ്റ്റാഗ്രാമേഴ്സോ അല്ല, ഓരോ വ്യക്തിയും അവരുടെ ഒരു എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി ട്രാൻസ്പോർട്ടിനെ പറ്റി അല്ലെങ്കിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു. സോ എനിക്ക് അത് കേട്ടപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നി. ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവിൽ വെച്ചിട്ട് I will share some things with you all. പറയുകയാണെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി പോകുന്നു, വണ്ടിയെ കുറിച്ച് പഠിക്കുന്നു, റൂട്ടിൽ ട്രാവൽ ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എവിടെ പോയാലും ഫസ്റ്റ് ദ മെയിൻ തിങ് വി ട്രാവൽ ഇസ് ത്രൂ റോഡ്സ്. അതിൻ്റെ സേഫ്റ്റി, അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് എന്ന് പറയാം. ആക്ച്വലി എൻ്റെ വ്യൂവേഴ്സിനൊക്കെ അറിയണ്ടാവും, ഞാൻ 10th വരെ ഐ വാസ് സ്റ്റഡിങ് ഇൻ ബോംബെ. അപ്പോൾ അവിടുന്ന് ഫ്രം മൈ നഴ്സറി ഓൺവേർഡ്സ് 10th വരെ ഐ യൂസ് ടു സ്റ്റഡി അബൌട്ട് ട്രാഫിക് സിഗ്നൽസ്, ട്രാഫിക് റൂൾസ്, ട്രാഫിക് ആയിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണോ അത്. ഐ എം നോട്ട് എക്സാഗറേറ്റിംഗ്. ചെറുപ്പത്തിൽ നമുക്കിങ്ങനെ റൈംസ് ആയിട്ട് ലൈക്ക് സ്റ്റോപ്പ്, റെഡ് സിഗ്നൽ, ഗ്രീൻ സിഗ്നൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നു. ഇനിയും ഹയർ സ്റ്റാൻഡേർഡ്സ് ആവുന്ന തോറും നമ്മൾ അതിനെ കുറിച്ച് ഇനിയും ഡീപ്പായിട്ട് പഠിച്ചിരുന്നു. ആൻഡ് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അതിനെ പെക്യുലിയർ ആയിട്ട് 5th കഴിഞ്ഞിട്ട് അതിനെ പെക്യുലിയർ ആയിട്ടുള്ള ബുക്സ് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ബേസ്, അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഐ യൂസ് ടു ലേൺ. പിന്നെ എൻ്റെ സ്കൂൾസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 5th അല്ലെങ്കിൽ മാക്സിമം പോവുകയാണെങ്കിൽ 4th 5th മുതൽ നമുക്ക് അതിനെ കുറിച്ച് പ്രൊജക്ട് അടക്കം ചെയ്യാണ്ടായിരുന്നു. ലൈക്ക് റോഡ് സേഫ്റ്റീനെ കുറിച്ച് ഒരു പ്രൊജക്റ്റ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ട്രാഫിക് സിഗ്നൽസിന്റെ കുറച്ച് പ്രൊജക്ട്സ്, അങ്ങനെ കുറെ നമുക്ക് അത് നമ്മളുടെ എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടുവന്നില്ല. ആക്ച്വലി ലേണിംഗ് അബൌട്ട് ട്രാഫിക് ആൻഡ് റോഡ് ഇസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. സോ ഇവിടുത്തെ എനിക്ക് അത്ര അറിയില്ല. ഞാൻ ഇവിടെ +1 ആകുമ്പോഴേക്കാണ് എത്തിയത്. സോ ഇപ്പൊ എന്തായാലും ഓഫ്കോഴ്സ് ഹയർ സ്റ്റാൻഡേർഡ്സ് ആയി. ഐ ഗസ് ഇപ്പൊ അത് ഉണ്ടാവില്ല. ഐ ഡോണ്ട് നോ ദാറ്റ് ഇവിടെ സ്കൂൾ മുതൽ പഠിപ്പിക്കണ്ടോ ഇല്ലയോ. ബട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ഒരു നോളജ് വെച്ച കാരണം, നോട്ട് ദാറ്റ് മച്ച്, ബട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നോളജ് വെച്ച കാരണം എനിക്കിപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയില്ല. ഐ എം സ്റ്റിൽ 17, ബട്ട് ഐ നോ അബൌട്ട് ദ ട്രാഫിക് റൂൾസ്, how to behave while we are on the road, how to know what is happening in our surroundings, and how to cooperate according to it. അതിനെ കുറിച്ച് എനിക്ക് ചെറുപ്പം മുതലേ നോളജ് ഉള്ള കാരണം ഐ നോ ഹൗ ടു ആക്ട് വൈൽ ഐ എം ഓൺ ദ റോഡ്. ഈവൻ ഇഫ് ഐ എം വാക്കിംഗ് or I will use a vehicle or whatever means of transport I am using. അത് എനിക്ക് ചെറുപ്പം മുതലേ ബേസ് ഉള്ള കാരണം I got it clear that what we have to do. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ പൊതുവെ കണ്ടത് ലൈസൻസിന് വേണ്ടി മാത്രം, ലൈക്ക് യു ഹാവ് ടു ഗെറ്റ് ദ ലൈസൻസ് ഫട്ടാഫട്ട്, പെട്ടെന്ന് ലൈസൻസ് കിട്ടണം, അതുകൊണ്ട് ആ ഒരു പെക്യുലർ ടൈമിന് വേണ്ടി മാത്രം അതിൻ്റെ ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി മാത്രം പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ എന്താ പോലും അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ വേണ്ടി മാത്രം പഠിക്കുന്ന ആൾക്കാരാണ് ഈ അവസാനം കൊണ്ട് റോഡ് ആക്സിഡൻസിൽ എത്തിപ്പെടുന്നത്. സോ ഫസ്റ്റ് തിങ് എനിക്ക് എൻ്റെ പേര് പറയാനുള്ളത്, ചെറുപ്പം മുതലേ കുട്ടികളുടെ ട്രാഫിക്കിൻ്റെ റൂൾസ് അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ സിസ്റ്റം, എന്താണ് റോഡിൽ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്ത, ഹൗ ടു ഓവർകം ദ ആക്സിഡൻസ് ആൻഡ് ഹൗ ടു സ്റ്റോപ്പ് ദ ആക്സിഡൻസ്, ഇത് ചെറുപ്പം മുതലേ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ആപ്ലിക്കബിൾ. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് റോഡ്സിൽ കുറെ സൈൻ ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഈ സൈൻ ബോർഡ്സ് തീരെ ശ്രദ്ധിക്കാതെ റോഡിൽ പോകുന്ന ആൾക്കാരുണ്ട്. മോർ പീപ്പിൾ അങ്ങനെയാണ് ആക്സിഡൻസിൽ പോകുന്നത്. ഡേഞ്ചർ സോൺ ഏരിയ ഗോ സ്ലോ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പീഡായിട്ട് ഓടിക്കണം കുറേ പേരുണ്ടാവും.
സോ ഇപ്പൊ ലൈസൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലൈക്ക് യു ഹാവ് ടു ഗോ ടു സോ മെനി പ്രൊസീജിയേഴ്സ്. അതുകൊണ്ട് ലൈക്ക് ഹൈവേസിലൊക്കെയാണ് കൂടുതൽ ചെക്കിങ്സ് ഉണ്ടാവുക. ലൈസൻസ് ഉണ്ടോ, ലൈസൻസ് ഇല്ലേ, അതിനെ കുറിച്ച്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഐ വുഡ് ടെൽ ഈച്ച് ആൻഡ് എവ്രി റോഡ്, എവ്രി നോക്ക് ആൻഡ് കോർണറിൽ ആ ഒരു സ്ട്രിക്ട്നെസ് വെക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്തിനും ആക്സിഡൻസ് ഒഴിവാക്കാം. കാരണം ഈ ഹൈവേ അതൊക്കെ പറയുകയാണെങ്കിൽ ആൾക്കാർ ഭയങ്കര പറയും, ഇല്ല ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല, വി ഹാവ് ടു ബി കെയർഫുൾ, പോലീസുകാർ കണ്ടാൽ യു ഹാവ് ടു ഷോ ദ ലൈസൻസ്. പക്ഷെ ഈ ചെറിയ ചെറിയ റോഡ്സിലൊക്കെ ആരും ഈ ലൈസൻസ് ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. സോ ആ ഒരു ധൈര്യത്തിൽ കുറെ പേര് വണ്ടി ഓടിക്കാൻ അറിയില്ല, അവർക്ക് ലൈസൻസ് ഇല്ല, വിത്തൗട്ട് ഫോളോയിങ് ദ റൂൾസ് അവർ വണ്ടി ഓടിക്കും ആൻഡ് ആക്സിഡന്റ് ഹാപ്പൻസ്. സോ ആ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് കെയർഫുൾനെസ് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടിയും നന്നായിരുന്നു. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇൻ ആർ ട്രാഫിക് റൂൾസ് ഹെൽമെറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. ഹെൽമെറ്റ് പൊതുവെ കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരനെ കണ്ടാൽ ഹെൽമെറ്റ് ഇടും, എന്നിട്ട് ഊരിക്കും. ദാറ്റ്സ് നോട്ട് ദ കറക്റ്റ് തിങ്. നമ്മൾ ഹെൽമെറ്റ് ഇടണം. വി ഷുഡ് നോ ആർ സ്പീഡ് മെയിൻറ്റെയിനൻസ്. ചിലവർ റോക്കറ്റ് വിട്ടമാരെയാണ് ഓടിക്കുക. ബട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ വാട്ട് യു ഡു ഇറ്റ് ഡസൻറ്റ് ഓൺലി അഫക്ട്സ് യു. നിങ്ങളെ മാത്രമല്ല ബാധിക്കണേ, അത് റൂട്ടിലിരിക്കുന്ന ഓരോ വ്യക്തിയെയാണ് ബാധിക്കണേ. ബിക്കോസ് നിങ്ങൾ മാത്രമല്ല അതിന് അഫക്റ്റ് ആവുന്നത്, യു ഹിറ്റ് സമ്മൺ എൽസ്. മറ്റൊരാളുടെ ജീവിതത്തിനും പോലും നിങ്ങൾ അത് അത്രയും കെയർഫുൾ ആയിട്ട് ബാധിക്കപ്പെടുന്നത്. ഹൗ യു വിൽ സീ ലൈക്ക് കുറെ പേര് മരണപ്പെട്ടു എന്ന് പറയും, ആക്സിഡന്റിന് ശേഷം മരണപ്പെട്ടു എന്ന് പറയും. കുറെ പേര് ജീവനോടെ ഇരിക്കുമ്പോഴേ മരിക്കണ രീതിയിലാണ് ജീവിക്കുന്നത്. ലൈക്ക് സം ഗെറ്റ് പാരലൈസ്ഡ്, അവർക്ക് ലൈഫില്ല. സോ യുനോ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്സ് മതി നമുക്കൊരു ലൈഫിനെ എൻഡ് ആക്കാൻ ഇൻ സെക്കൻഡ്സ്. അത് നല്ല എളുപ്പമാണ് ചെയ്യാം. ബട്ട് if you just look into that person's life, he would regret his decision. Like അങ്ങനെ ചെയ്യേണ്ടായിരുന്നില്ല, or else അയാൾക്ക് സ്വന്തം ബാധിക്കപ്പെടും ആൻഡ് ആ അഫക്ട് ചെയ്ത മറ്റൊരാൾ അയാൾക്കും ബാധിക്കപ്പെടും. he would regret his decision. But ഈ റിഗ്രറ്റ്നെസ്സിനെ കാട്ടും നല്ലതല്ല. യു ഷുഡ് ബി കെയർഫുൾ ദെൻ ബീങ് റിഗ്രറ്റഡ്. ലൈക്ക് എങ്ങനെ പറയാം, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദെൻ ക്യൂർ. It also applicable for the traffic rules and on the road. You should be very careful. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ആക്ച്വലി എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് ലിറ്റിൽ ബിറ്റ് തിങ്സ് ഇസ് ലൈക്ക് യു ഷുഡ് ഗെറ്റ് ദ ബേസ് ഫ്രം ദ ചൈൽഡ്ഹുഡ്. നെക്സ്റ്റ് ഇസ് you should be strict on each and every road. Like ആ ഒരു പേടി വേണം. Like ആ ഒരു like not, it's not scared, you should aware of it. ഒരു ചെറിയ റോഡ് കൂടെ പോവുകയാണെങ്കിലും you should know how to ride it, then only you should touch the vehicle or else you will get a strict action. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഹെൽമെറ്റ്, സേഫ്റ്റി, ഓൾ തിങ്സ് അത് നമുക്ക് നല്ലൊരു രീതിയിൽ ആർക്കും ഉപദ്രവമില്ലാതെ സ്വയം ഉപദ്രവമാവാതെ നമ്മൾ എങ്ങനെ റോട്ടിൽ പെരുമാറുന്നെന്ന് നമുക്ക് ചെറുപ്പം മുതലേ പഠിപ്പിച്ചെന്നാൽ ഇറ്റ് വുഡ് ബി വെരി ഫൈൻ. ആൻഡ് ഇത്രയും പറഞ്ഞിട്ട് ഐ എം നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം. Thank you so much and please subscribe and like my YouTube channel. And I hope ഈ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ആർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ മിസ്റ്റർ ഗണേഷ് കുമാർ സാർ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര അവയർനെസ് കൊടുക്കാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ബിക്കോസ് വൺ ലൈഫ് ഇസ് വൺ ലൈഫ്. യു കാൺട്ട് see what happens, but if you are being careful, it would be good for you and for your own life, not only your own life but everyone's life. Jai Hind. Thank you.